അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നടൻ മോഹൻലാലിന് തമാശ കളിക്കരുത്. തമാശയല്ല, നീ കേട്ടതൊക്കെ സത്യമാണ്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം അങ്ങനെ മോഹൻലാലിന് ലഭിക്കുന്നു എന്നുള്ളതാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് അത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസത്തിലാണ് നീ എന്നെ കാണാമെന്ന്. മോഹൻലാലിലൂടെ കേരളത്തിന് വലിയൊരു അഭിമാന നിമിഷം ഈ സമയം ലഭിക്കുകയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അമ്പട കേമാ സണ്ണിക്കുട്ട. അദ്ദേഹത്തിന്റെ പ്രതിഭയെ ഈ ഘട്ടത്തിൽ എങ്ങനെ വർണ്ണിക്കണം എന്നത് സംബന്ധിച്ചൊക്കെ തന്നെ വലിയ ആശയക്കുഴപ്പമുണ്ട്. നമുക്കറിയാം, മോഹൻലാൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നടൻ വിവരണത്തിനും അതോടൊപ്പം തന്നെ വിശേഷണങ്ങൾക്കും ഒക്കെ തന്നെ അതീതനാണ്. കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിളിച്ചോണ്ട് ഇറങ്ങണേ. ഇറങ്ങാൻ പോവാൻ ദിനേശ. സമാനതകളില്ലാത്ത കഴിവ്, വൈദഗ്ധ്യം, കഠിനാധ്വാനം ഇതൊക്കെ തന്നെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഒരു സുവർണ നിലവാരം മോഹൻലാലിലൂടെ സ്ഥാപിച്ചു എന്നാണ് ഇപ്പോൾ ജൂറി വിലയിരുത്തിയിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ, ആശംസകൾ ശ്രീ മോഹൻലാൽ. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. ഏഷ്യനെറ്റിന് തന്നെ ബിഗ് ബോസ് സെറ്റിൽ വെച്ചാണ് ഞാൻ അറിയുന്നത്. ഇപ്പോഴാണ് അറിഞ്ഞത്. നീ മരണമാസാടാ, വേറെ ലെവലടാ നീ. എന്താ പറയണ്ടെന്നറിയില്ല. ഇതിലേക്ക് എന്നെ തിരഞ്ഞെടുത്ത ജൂറിക്കും ഇന്ത്യ ഗവൺമെന്റിനുമുള്ള നന്ദി ആദ്യം അറിയിക്കുന്നു. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. എന്റെ പ്രേക്ഷകരോടുള്ള നന്ദി പറയുന്നു. എന്നെ ഞാനാക്കി മാറ്റിയ എന്റെ കൂടെയുള്ള എല്ലാ സിനിമാ കുടുംബത്തിലെ എല്ലാവർക്കും, എന്റെ കുടുംബത്തിനോടും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകരോടുള്ള നന്ദി ഞാൻ പറയുന്നു. ഇതൊരു വലിയ അംഗീകാരമാണ്. ഇത് മലയാള സിനിമയ്ക്കുള്ളതാണ്. ഇത് ഒരിക്കലും എന്റെ മാത്രമുള്ളതല്ല. ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കുമായിട്ട് ഈ അംഗീകാരം ഷെയർ ചെയ്യാണ്. ഇതെന്താ ഡബിൾ റോൾ കളിക്കുക? ഞാൻ പല റോളും കളിക്കും. എന്താ നിന്റെ പ്രശ്നം? ഏട്ടന്റെ ഈ റോളുകൾ തന്നെയാണ് എന്റെ പ്രശ്നം. ഇന്ത്യൻ സിനിമയുടെ നെറുകയിലാണ് ശ്രീ മോഹൻലാൽ. എന്താണ് ആ ഒരു മൊമെന്റ് എങ്ങനെയുണ്ട്? അങ്ങനെ പറയരുത്. എത്രയോ മഹാരഥന്മാര് കടന്നുപോയിട്ടുള്ള വഴിയിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ, അത്രയേ ഉള്ളൂ. അപ്പം അതിന്റെ ഒരു ഭാഗമായി മാറുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണും. അപ്പൊ സുലുവിന് സന്തോഷമായി. പിന്നെന്താ സേതുവിന് അവാർഡ് കിട്ടിയാൽ സുലുവിന് സന്തോഷമാവാതെ ഇരിക്കുവോ? ഉറപ്പായിട്ട് സന്തോഷമാവും. ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണേ. അമേരിക്കൻ പല യൂണിവേഴ്സിറ്റിയും വന്നിട്ട് അവരുടെ പഠനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ 27 എക്സ്പ്രഷൻസ് തന്നെ വന്നിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെ അവര് ക്ലാസ് ആയിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട്. മലയാളത്തിന് താങ്കൾക്ക് നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായി സന്തോഷമുണ്ടാകുന്ന ഒരു പുരസ്കാര പ്രഖ്യാപനമല്ലേ വന്നിരിക്കുന്നത്? ലോകം തന്നെ കണ്ടിട്ടുള്ള മികച്ച നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ. നമ്മളെല്ലാ മലയാളികളുടെയും, ലാലിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വലിയൊരു അഭിമാന നിമിഷം തന്നെയാണത്. ഗോവിന്ദൻകുട്ടി പറഞ്ഞതിലും കാര്യമുണ്ട് സാറേ. ഇനി കണിമംഗലത്തുകാർക്ക് ഒരു തമ്പുരാനായല്ലോ, ഞങ്ങളുടെ സ്വന്തം തമ്പുരാൻ. ഈ അവാർഡ് ലഭിക്കുന്നത് മോഹൻലാലാണെങ്കിലും അത് കേരളത്തിനും മലയാളികൾക്കുമുള്ള വലിയ അംഗീകാരമാണ്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം, അതായത് രാജ്യത്തെ ഏറ്റവും വലിയ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് മോഹൻലാൽ ലഭിക്കുന്നത്. ശീതൾ സൂചിപ്പിച്ച പോലെ ഈ സമയം മോഹൻലാലിന്റെ കരിയറിൽ ഏറ്റവും മികച്ചൊരു സമയമായി എല്ലാവരും വിലയിരുത്തൊരു സമയമാണ്. ആപത്തൊന്നും വരുത്താതെ നോക്കിക്കൊള്ളേ. അയാൾക്ക് എന്താ ആപത്ത് വരാൻ? ഭാര്യര് പറയും പോലെ ഇത് അയാളുടെ കാലമല്ലേ. ഇന്ത്യൻ സിനിമയിലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ ഭാഷകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ലാലേട്ടനാണ്. നമ്മളിപ്പോൾ ലാലേട്ടനെ പറ്റി പറയാൻ തുടങ്ങിയാൽ എങ്ങ് പറയേണ്ടി വരും. പക്ഷേ നമ്മളിപ്പം ഈ ഒരു പുരസ്കാരം, പ്രത്യേകിച്ച് ഏറ്റവും വലിയ പുരസ്കാരം, ഇന്ത്യയിൽ തന്നെ സിനിമാ മേഖലയിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരത്തിന് ഇപ്പോൾ ലാലേട്ടൻ അർഹനാകുമ്പോൾ തന്നെ സ്വാഭാവികമായി എല്ലാ മലയാളികൾക്കും ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു അഭിമാന നിമിഷം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. എന്റെയൊക്കെ കൊച്ചുപ്രായത്തിലെ ഇങ്ങനെ നായകന് എങ്ങനെയായാലും ഒരു 10-64 വയസ്സ് കാണും. എന്തായാലും സമ്മതിക്കണം, ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നില്ലേ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ ഒക്കെ. അപ്പൊ എങ്ങനെയാ ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?